ബംഗളൂരു സ്ഫോടന കേസിൽ ഇന്നലെയാണ് അതിന്റെ വിചാരണ കോടതി മാറ്റിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത്. അതിനൊരു കാരണമായി പറയുന്നത് സംസ്ഥാന പോലീസ് അന്വേഷിച്ച NIA കേസുകൾ അത് പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായത് എന്നാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, കഴിഞ്ഞ 7 മാസമായി അതിൽ വിചാരണ നടക്കുകയായിരുന്നു. ആ വിചാരണ പൂർത്തിയായി, അന്തിമവാദം കേട്ടു. അത് വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ കോടതി മാറ്റമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ വിധി പറയുന്നത് ഇനിയും വൈകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനെതിരെ വിചാരണ തടവുകാരുടെ കുടുംബം ഒന്നടങ്കം രംഗത്തെത്തിയിട്ട് ഇവിടെ പരപ്പനങ്ങാടിയിലെ സക്രയുടെ കുടുംബമാണ് ഇത് വലിയ നീതി നിഷേധമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയുള്ളത്. 17-ാം വയസ്സിൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞ 17 വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയായിരുന്നു സക്രയുടെ കുടുംബം. അപ്പോൾ ഈ വിധി വന്നു കഴിയുമ്പോൾ മകനെ കാണാമല്ലോ എന്നൊക്കെയായിരുന്നു സക്രയുടെ അമ്മയും കുടുംബാംഗങ്ങളും ഒക്കെ കരുതിയത്. പക്ഷേ അതാണ് ആ ഒരു പ്രതീക്ഷയ്ക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. എന്തായാലും ഇതിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ആക്ഷൻ കമ്മിറ്റിയും വിചാരണ തടവുകാരുടെ കുടുംബവും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ എന്ത് തീരുമാനം വരും എന്നതാണ് ഇനി അറിയേണ്ടത്. ദൗസർ, എങ്ങനെയാണ് ഈ കോടതി മാറ്റത്തെ കാണുന്നത്? അതിന് പിന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് തന്നെയല്ലേ ഉണ്ടായിട്ടുണ്ടാവുക? അത് ബാംഗ്ലൂർ സ്ഫോടന കേസ് പരിശോധിച്ചാൽ ഓരോ സന്ദർഭത്തിലും ഈ പറയുന്ന ജുഡീഷ്യൽ സംവിധാനം തന്നെ ആ കേസ് എങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണം നടത്തുകയും അനന്തമായ കേസ് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ധാരാളം കഥകൾ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നോക്കൂ, എനിക്ക് തോന്നുന്നു 1-2 വർഷം മുമ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. ഇതിലെ വിചാരണ 4 മാസത്തിനകം പൂർത്തീകരിക്കണമെന്നുണ്ട്. എന്നിട്ട് വിധി വേഗം പറയണം. ഇപ്പം എത്രയായി? 4 മാസത്തിനകം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മേലെ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് കാര്യമുണ്ടായില്ല. തുടക്കത്തിൽ ഈ കേസിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കേസ് നടക്കുന്ന കോടതി ഒരു ജയിലിനകത്തായിരുന്നു. പരപ്പന ജയിലിനകത്തായിരുന്നു ഈ കോടതി. അപ്പോൾ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ നഗരത്തിലെ അഭിഭാഷകർ അവർക്ക് ഇതിൽ അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോയ ആളാണ്. നഗരത്തിൽ കുറേ അധികം യാത്ര ചെയ്യണം. പിന്നെ അവിടെ അതിനായിട്ട് അവർ വരണം. പിന്നെ സാധാരണ കോടതി നിൽക്കുന്ന കോടതി സമുച്ചയത്തിലല്ല ഇതുള്ളത്. അപ്പോൾ അവർ ഒരു ദിവസം മുഴുവൻ ചിലവൊക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നന്നായിരിക്കും. അതുകൊണ്ട് അഭിഭാഷകരെ അല്ലാതെ തന്നെ ഇത്തരം കേസുകൾ അഭിഭാഷകർ കിട്ടില്ല. പിന്നെ അഭിഭാഷകർ ഇതിൽ എൻഗേജ് ചെയ്യാൻ പോലും പറ്റാത്ത വിധം കോടതി തന്നെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറായി തന്നെ ഇവരോടുള്ള വിവേചനം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് അനന്തമായി വിചാരണ നീണ്ടു. അപ്പോൾ 2 ആഴ്ച മുമ്പാണ് അതിലൊരു പ്രതി മരണപ്പെടുന്നത്. കൊടക് സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ഖാദർ എന്ന പേരിൽ അദ്ദേഹത്തിന് പേരിൽ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം അത് പൂർണ്ണമായി തെളിയിക്കപ്പെടുമെന്ന് വിചാരിക്കുക. ഈ കേസിൽ അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടുള്ള കുറ്റം പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി കിട്ടാവുന്ന ശിക്ഷ 7 വർഷം തടവായിരുന്നു. നിയമത്തിൽ പറഞ്ഞവർ ആ മനുഷ്യൻ ഏതാണ്ട് 20 വർഷം ജയിലിൽ കിടന്നു. 20 വർഷം ജയിലിൽ കിടന്നു രോഗിയായി. അവിടുന്ന് പീഡാനുഭവങ്ങൾ, രോഗപീഠകളാൽ ജയിലിനകത്ത് വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും നിലക്കുള്ള മെഡിക്കൽ സപ്പോർട്ട് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലും കിട്ടിയിട്ടില്ല. മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന് ജയിലിനകത്ത് വെച്ചു. നമുക്ക് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക. കുറ്റവാളിയാണെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അദ്ദേഹത്തിന് അനുശാസിക്കുന്ന കുറ്റത്തിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ഇത്തരം കേസുകൾ നമുക്കറിയാം. ഇത്തരം കേസുകളൊക്കെ മഹാഭൂരിപക്ഷം ആളുകൾ വെറുതെ വിടപ്പെടുന്നതാണ്. തെളിവുകളില്ലാതെ കെട്ടിച്ചമച്ച സാക്ഷിമൊഴികൾ. ഈ ദിവ്യ പറഞ്ഞ സക്കരിയയുടെ ആ പയ്യൻ, അവനൊരു മൊബൈൽ ഷോപ്പിൽ റിപ്പയറിങ് ചെറിയ രീതിയിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യനായിരുന്നു. അവനൊരു ദിവസം കർണാടക രജിസ്ട്രേഷനുള്ള പോലീസ് വേണ്ടി വന്നിട്ട് വന്ന് ഒരു കാര്യം സംസാരിക്കണം അവനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. പിന്നെ അവൻ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വെള്ള പേപ്പറിൽ ഒപ്പിടിക്കുകയാണ് അവന് ചെയ്തത്. പിന്നെ ആ വെള്ള പേപ്പറിലൊക്കെ എന്താണ് വന്നത്? കന്നഡ ഭാഷകൾ എന്തൊക്കെയോ വന്നു. ഇവൻ്റെ മൊഴികളായിട്ട് കന്നഡ ഭാഷകൾ എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു. എന്താണ്? ഞാൻ ഇവനെ പരപ്പനയിൽ പോയി കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊന്ന് ജയിലിലകപ്പെട്ടിട്ട് ഏതാണ്ട് 1 വർഷമാവുന്ന സമയത്താണെന്ന് തോന്നുന്നു, സക്കരിയ. അപ്പോൾ അവനെന്ന് എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും, സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അവനെന്നോട് പറഞ്ഞ കാര്യമാണത്. അന്ന് അവന് മീശ മുളച്ചിട്ടില്ല. 19 വയസ്സുണ്ട്. അന്ന് 18 ജസ്റ്റ് പാസ്റ്റ് 8 അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവനോട് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കുഴപ്പമില്ലടാ, പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് ഇൻഷാ അല്ലാഹ് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, സാറ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മനുഷ്യരെ അകത്തടച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഈ പ്ലാറ്റ്ഫോം മുമ്പ് പറഞ്ഞ കാര്യമുണ്ട്. 5,71,000 ചില്ലാനാണ് ഇന്ത്യയിലെ അണ്ടർ ട്രയൽസിൻ്റെ എണ്ണം. അണ്ടർ ട്രയൽസിൻ്റെ എണ്ണമാണ് ഞാൻ പറയുന്നത്. വിചാരണ തടവുകാർ വർഷങ്ങളായി
തങ്ങൾ ചെയ്ത കുറ്റം എന്തെന്നറിയാതെ, തങ്ങൾക്കുള്ള കുറ്റപത്രം എന്തെന്നറിയാതെ, എന്താണ് IPC എന്താണ്, BNS എന്താണെന്നറിയാതെ ജയിലിൽ കിടക്കുന്ന 5,71,000 ചില്ലാൻ മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അവരിൽ 70% 18 to 30 ഏജ് ബ്രാക്കറ്റിലുള്ള ആളുകളാണ്. 5,71,000 എന്ന് പറയുമ്പോൾ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. 3,71,000 3,71,000. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യ 3,50,000 ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സമ്പദ് ശക്തിയാണത്. ആ രാജ്യത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് നമ്മളുടെ ജയിൽ ജനസംഖ്യയല്ല ഞാൻ പറയുന്നത്, വിചാരണ തടവുകാരുടെ എണ്ണമാണ്. അങ്ങനെ ഒരു സംവിധാനത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇത് വർഷങ്ങളായി ജയിലിൽ കിടന്ന ആൾ, ഈ ടെററിസം റിലേറ്റഡ് കേസുകളിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരകത്ത് കിടക്കട്ടെ എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അഭിഭാഷകർ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ജഡ്ജിമാർ അങ്ങനെയാണ് വിചാരിക്കുന്നത്, മാധ്യമങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, പൊതുസമൂഹം, പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ കേസ് വാദിക്കില്ല എന്ന് പ്രമേയം പാസ്സാക്കിയ ബാർ കൗൺസിലുകളുണ്ട് നമ്മുടെ രാജ്യത്ത്, ഈ ടെറർ കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ട്. അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ മനോഗതം തന്നെയാണ്. ഒരാൾ ടെററിസം അല്ലെങ്കിൽ ടെററിസം റിലേറ്റഡ് കേസിൽ ഒരാൾ ചാർജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനകത്ത് കിടക്കട്ടെ. അവനെന്ത് വിചാരണ, അവനെന്ത് ജാമ്യം, അവനെന്ത് നീതി, അവനെന്ത് ന്യായം. അവിടെയാണ് നോക്കൂ, വിചാരണ നടന്നോടത്തൊക്കെ സംഭവിച്ചത് എന്താണ്? പ്രതികളെ കൂട്ടത്തോടെ അക്വിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശിക്ഷ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ചെറിയ ശിക്ഷ കൊടുക്കുക അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് വിട്ടേക്കാണ് ചെയ്യുന്നത്. അങ്ങനെ 10, 12, 20 വർഷമൊക്കെ ജയിലിൽ കിടന്ന മനുഷ്യർ പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 15ഓളം പുസ്തകങ്ങൾ അത്തരം ആളുകൾ എഴുതിയുണ്ട്. എൻ്റെ സുഹൃത്താണ് വാഹിദ് ഷെയ്ഖ്, ബോംബെയിലുള്ള. അവൻ്റെ പുസ്തകമുണ്ട് ബേഗുന കൈദി എന്ന് പറഞ്ഞിട്ട്. അതാണ് ഹിമാലയൻസ് എന്ന് പറഞ്ഞ സിനിമയെ വന്നിട്ടുണ്ട് പിന്നീട്. 12 വർഷത്തോളമാണ് അവൻ മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് കേസിലകത്ത് കിടന്നത്. അവനെ വെറുതെ വിടുകയാണ് ചെയ്തത്. ബേഗുന കൈദി ഇപ്പോൾ മറ്റ് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇത് എന്തൊരു സംവിധാനമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരെ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ഇങ്ങനെ അകത്തിടുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാരണം ഇതാണ്. ഈ നമ്മുടെ മൊത്തം സംവിധാനങ്ങൾ, ജുഡീഷ്യറി, പോലീസ്, മാധ്യമങ്ങൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഭരണകൂടം, എല്ലാവരും ഇവരോട് സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. രണ്ടാമത് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂടെയുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ രാജ്യത്ത് അപ്രൂവ്ഡ് ജഡ്ജ്, ഒരു രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായി സ്വീകരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മില്യൺ ആളുകൾക്ക് എത്ര ജഡ്ജുണ്ട്, ജഡ്ജസ് ടു മില്യൺ റേഷ്യോ ആണ്. അത് ഇന്ത്യയിൽ അപ്രൂവ്ഡ് സാങ്ഷൻഡ് ജഡ്ജസ് എണ്ണം എടുത്തു കഴിഞ്ഞാൽ 22 ജഡ്ജിമാരാണ് 1 മില്യൺ ആളുകൾക്കുള്ളത്. സാങ്ഷൻഡ് ആണ് കേട്ടോ. ആക്ച്വലി ഇന്ത്യയിലുള്ളത് 15 ജഡ്ജിമാരാണ്. 15 to 1 മില്യൺ, അതാണ് ഇന്ത്യയിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1987 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഓർക്കുക, 1987, 40 വർഷം മുമ്പ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തത് ഇന്ത്യയിൽ നിലവിലുള്ള, 87 കഥയാണ് കേട്ടോ പറയുന്നത്, ഇന്ത്യയിൽ നിലവിലുള്ള ഈ പറയുന്ന ജുഡീഷ്യൽ ബാക്ക്ലോഗ് നികത്താൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കേസുകളും സംഗതികളൊക്കെ മര്യാദയ്ക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ 50 ജഡ്ജിമാർ 50 to 1 മില്യൺ എന്ന റേഷ്യോയിലേക്ക് ജഡ്ജസ് ടു പോപ്പുലേഷൻ റേഷ്യോ മാറ്റണം എന്ന് 1987 അന്നത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എത്രയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്? 50 ജഡ്ജിമാർ, 1 മില്യൺ ആളുകൾക്ക് 50 ജഡ്ജിമാർ. പക്ഷേ ഇന്ന് 2026 നമ്മൾ എത്തുമ്പോൾ സാങ്ഷൻഡ് ജഡ്ജിമാർ 22ആണുള്ളത്, അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ആക്ച്വൽ ഉള്ളത് 15 ജഡ്ജിമാരാണ്. 1 മില്യൺ ആളുകൾക്ക് 15 ജഡ്ജിമാരാണ്. അപ്പോൾ 1 മില്യൺ ആളുകൾക്ക് 15 ജഡ്ജിമാർ. ഈ ജഡ്ജിമാരെന്ന് പറയുമ്പോൾ അതിന് അനുബന്ധമായ സംവിധാനങ്ങൾ കൂടെയാണ് അതിൻ്റെ അർത്ഥം. അവരുടെ കോർട്ടുണ്ടാവും, അവരുടെ ബെഞ്ചുണ്ടാവും, അവരുടെ അസിസ്റ്റന്റുമാരെല്ലാം. എന്നാൽ ഈ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കണക്കാക്കുന്ന ജഡ്ജിമാരുടെ എണ്ണം വെച്ചാണ്. നമുക്ക് 1 മില്യൺ ആളുകൾക്ക് 15 ഉള്ളത്. അമേരിക്കയിലത്, യൂറോപ്പിൽ ഈ മൊത്തം അമേരിക്കയിൽ 122 വരുന്നത്. 122 വരുന്നത് 1 മില്യൺ ജഡ്ജിമാർക്ക്. ഇതിന് എഗൻ ഒരു കണക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ജഡ്ജി ഒരു വർഷം കൈകാര്യം ചെയ്യേണ്ട കേസിൻ്റെ കഥ അമേരിക്കയിൽ 18 കേസാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ 1000-ലധികം കേസുകൾ അവർ കൈകാര്യം ചെയ്യുന്നു എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഇപ്പോഴത്തെ കേസിൻ്റെ എണ്ണം വെച്ച്, കേസുകളുടെ എണ്ണവും
ജഡ്ജിമാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ അത്രയും കൈകാര്യം ചെയ്യുന്ന കേസുകളുണ്ട്. കേസുകളുണ്ട്. അപ്പോൾ ഈ നിലക്ക് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ലോകത്ത് തന്നെ ഏറ്റവും വീക്കായി നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസുകൾ അനന്തമായി നീണ്ടുപോകും. കേസുകൾ അനന്തമായി നീണ്ടുക എന്ന് എൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യർ അനന്തമായി അനീതിക്കിരയായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. മനുഷ്യർ അനീതിക്കിരയായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ അകത്ത് കിടക്കുന്നവന് അനീതിക്കിരയാവുന്ന മാത്രമല്ല, ഇവൻ യഥാർത്ഥത്തിൽ കുറ്റവാളിയാണെങ്കിൽ കുറ്റവാളിക്ക് വേഗം ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് ഇരയാക്കപ്പെട്ടവനോട് ചെയ്യേണ്ട നീതിയല്ലേ. അപ്പം നമ്മുടെ നീതി സങ്കല്പങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ഘടനയാണ് ഇവിടെ ഉള്ളത്. അതുള്ള ഒരു രാജ്യത്താണ് ഇവിടെ 10-20 വർഷം എടുത്ത് വിചാരണ പൂർത്തിയായ ഘട്ടത്തിൽ കോടതി മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുക? ഈ പറയുന്ന ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണോ? എന്തിനു വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്? അങ്ങേറ്റ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇത്. ഇതിപ്പോൾ സുപ്രീം കോടതിയിലാണ് പരിഹാരം എന്ന് പറയും. ഈ കാര്യമൊക്കെ സുപ്രീം കോടതിയോട് നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെയാണ് 4 മാസത്തിനകം തീർക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യൽ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ അതിൻ്റെ ഏറ്റവും സങ്കടകരമായുള്ള വേദനാജനകമായിട്ടൊരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സജൻസ്, നമുക്ക് ഏത് കോടതിയിൽ നിന്നൊരു നീതി നിഷേധം ഉണ്ടായാലും നമ്മുടെയൊക്കെ പ്രതീക്ഷ ആശ്രയം എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠമാണ്, സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതി പോലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അതിൽ കണ്ണു തുറക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്ന അവിടെ സ്വതന്ത്രമായ ജുഡീഷ്യറിയാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. ഇപ്പോൾ ദാവൂദ് ഇവിടെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു. ഇൻഫ്രാസ്ട്രക്ചർ കുറവാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമ്മൾ 150 കോടി ജനങ്ങളുണ്ട്, നമുക്ക് ആവശ്യത്തിന് കോടതികളുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ. ഞാൻ ഈ പ്രത്യേകമായിട്ട് ടെററിസം കേസുകൾ തന്നെ എടുത്തു നോക്കുക. രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു 2000 മുതൽ ഒരു 2014 വരെ, 14 ഞാൻ പറയാം കാരണം മോദി അധികാരത്തിലെത്തുന്ന വരെ നടന്നിട്ടുള്ള ഈ ടെറർ റിലേറ്റഡ് കേസുകൾ എടുക്കുക. ആ കേസുകളിൽ ഒന്നിലും കൺക്ലൂസീവായ ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടില്ല. ഒന്നിലും. പാർലമെൻ്റ് ആക്രമണ കേസ് അത് ആരാണ് ചെയ്തതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ബോംബെയിൽ പല ഘട്ടങ്ങളിലായി പല വർഷങ്ങളിലായി സ്ഫോടന പരമ്പരകൾ നടന്നു. 100 കണക്കിന് ആൾക്കാർ മനുഷ്യരെ കൊല്ലപ്പെട്ടു. 10-20 വർഷം ജയിലിൽ കിടന്ന ആളുകൾ വെറുതെ വിട്ടു. ഇങ്ങനെ വെറുതെ വിട്ട കേസുകളുടെ ഒരു ദീർഘ ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാർത്ത വായിച്ചു പോകുന്നുണ്ട്. ബോംബെ കേസാവട്ടെ, മാലേഗാവ് കേസുകളാവട്ടെ, കുറേ കേസുകൾ ആളുകൾ വെറുതെ വിടുന്നു. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്തു? ഈ ബോംബ് വെച്ച് ഈ മനുഷ്യരെ കൊന്നതാരാണ്? അതറിയണ്ടേ? 20 വർഷം കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് കോടതി പിന്നെ അവർ വെറുതെ വിട്ടു. ഇത് ചെയ്തതാരാണെന്ന് അറിയണ്ടേ? സംജോത എക്സ്പ്രസ് കേസ്, അജ്മീർ സ്ഫോടനം, ഓരോ മക്ക മസ്ജിദ് സ്ഫോടനം, അങ്ങനെ പറഞ്ഞ് ഓരോ നഗരത്തിൻ്റെ പേരിലും സ്ഫോടന കേസുകളുണ്ട് ഇന്ത്യയിൽ. ഈ കേസുകളിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടിട്ട് 10-20 വർഷം ജയിലിട്ട് അവർ വെറുതെ വിട്ടിട്ടുണ്ട്. കുറേ പേര് ജയിലിൽ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതിൽ ആകെ അബ്ദുൽ നാസർ മദനി മാത്രമാണ് ഇപ്പോൾ പുറത്ത് ജീവിക്കുന്നത്, ജയിലിലല്ലാതെ ജീവിക്കുന്നത്. ബാക്കിയെല്ലാം ജയിലിൽ തന്നെയാണ്. എന്നാൽ ചില കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാലേഗാവ് കേസ്. മാലേഗാവ് കേസ് ഒരു എക്സെപ്ഷനാണ്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും കേണൽ ശ്രീകാന്ത് പുരോഹിതിനെയും പ്രതി ചേർത്ത് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു. UAP പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിട്ടു. 2 പേർക്കും ജാമ്യം കിട്ടിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഭോപ്പാലിൽ നിന്ന് ഇലക്ഷനിൽ മത്സരിച്ച് പാർലമെൻറ്റ് MP ആയി. പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു 2 തവണ. എന്നിട്ട് അവരിപ്പോൾ അക്യൂറ്റ് ചെയ്തു. ആ മാലേഗാവിൽ ആരാ ബോംബ് വെച്ചത്? സംജോത എക്സ്പ്രസ്സിന് ആരാ ബോംബ് വെച്ചത്? അജ്മീറിൽ ആരാ ബോംബ് വെച്ചത്? മക്ക മസ്ജിദിൽ ബോംബ് വെച്ചത് ആരാണ്? ഇതിനൊന്നും ആളില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയിലൊരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റ് എവിടെയുണ്ട്? ജുഡീഷ്യറിയിലുണ്ട്, പട്ടാളത്തിലുണ്ട്, ഇൻ്റലിജൻസിലുണ്ട്, ബ്യൂറോക്രസിയിലുണ്ട്. അത് BJP ഭരിക്കുമ്പോൾ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ട്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല എന്നിടത്താണ് കോൺഗ്രസിൻ്റെ തകർച്ചയുടെ തുടക്കം. കോൺഗ്രസ്സിന് അത് മനസ്സിലായിട്ടില്ല. അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കോൺഗ്രസ്സിന്. ഇപ്പോൾ കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. ഈ സക്രിയയുടെ ജാമ്യാപേക്ഷ കോൺഗ്രസ് സർക്കാർ എതിർക്കിയത്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ കേസ് എന്താണെന്നും. എന്താ ബാംഗ്ലൂർ സ്ഫോടന കേസ്? ലോ ഇൻറ്റൻസിറ്റി ബോംബുകൾ ബാംഗ്ലൂർ നഗരത്തിൽ മടിവാള ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ പൊട്ടി. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, 9 പേർക്കോ മറ്റോ പരിക്കേറ്റു. 9 പേര്. ആളുകൾ ഓട്ടത്തിലും തിക്കിലും തിരക്കിലേക്ക് വീണ് പരിക്കേറ്റതാണ് ഈ പറയുന്ന മൊത്തം കണക്ക്. ഒരു സ്ത്രീ മരിച്ചു പോലും വീണാണ് മരിച്ചത്, അവർ ബോംബ് പൊട്ടിയല്ല മരിച്ചത്. അപ്പോൾ ഇതാണ് കേസ്. ഇത്തരം കേസുകൾ രാജ്യത്ത് എല്ലായിടത്തും നടക്കുമ്പോൾ കോൺഗ്രസ്സാണ് അധികാരത്തിലുള്ളത്. കർണാടകയിൽ വന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ഈ ബാംഗ്ലൂർ സ്ഫോടന കേസ് നടക്കുമ്പോൾ ഇവരുടെ കയ്യിൽ ഇൻ്റലിജൻസ് സംവിധാനമില്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? ആരാണ് ചെയ്തിട്ടുണ്ടാവുക? ഈ രാജ്യം മുഴുവൻ അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1ഉം 2ഉം UPA സർക്കാരുകളുടെ കാലത്തും അതിന് തൊട്ടും വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഈ രാജ്യത്ത് മുഴുവൻ ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഇൻ്റലിജൻസ് വിവരം, പോലീസ് അന്വേഷണം വേണ്ട, ഇൻ്റലിജൻസ് വിവരം കോൺഗ്രസ്സുകാരുടെ ഇല്ലേ? P. ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നു, ശിവരാജ് സിംഗ് ചൗഹാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇവർക്ക് അറിയില്ലേ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആരാണിതിന് പിന്നിൽ? ശിവരാജ് പാട്ടീൽ. അപ്പോൾ ഇതറിയാത്ത കോൺഗ്രസ് ഇപ്പോഴും സക്രിയയുടെ ജാമ്യാപേക്ഷ
എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിനെ ആര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്? രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി, ഞാൻ പറഞ്ഞില്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നൊരു കാര്യം അതാണ്. ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളെയും ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധരാമയ്യയ്ക്കോ DK ശിവകുമാറിനോ ഇത് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാവാത്തിടത്തോളം നമുക്ക് ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയില്ല. ഈ ടെറർ കേസുകൾ, ഈ നിരപരാധികൾ, ജയിൽ കിടന്ന നിരപരാധികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേരിടുന്ന രോഗത്തിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ്. യഥാർത്ഥ രോഗം എന്ന് പറയുന്നത് ആ ഡീപ് സ്റ്റേറ്റാണ്. ആ ഡീപ് സ്റ്റേറ്റ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചു കഴിഞ്ഞാൽ ആ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇന്ത്യ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇത് BJP ഭരിക്കുമ്പോൾ മാത്രം സംഭവിക്കും. നാളെ ഇപ്പോൾ BJP കഴിഞ്ഞു എഴുതുക, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണ്, മോദി തോറ്റു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണ്, ഇതേ ഡീപ് സ്റ്റേറ്റ് അവിടെ തന്നെ ഉണ്ടാവും. മൻമോഹൻ സിംഗ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും, നരസിംഹറാവു ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തും, രാജീവ് ഗാന്ധി ഭരിച്ച സമയത്തും, ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഉണ്ടായിരുന്ന അതേ ഡീപ് സ്റ്റേറ്റ് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഉണ്ടാവും. ഇതേ പ്രശ്നങ്ങൾ ആവർത്തിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള രോഗം എന്ന് പറയുന്ന ആ ഡീപ് സ്റ്റേറ്റാണ്. അതിനെ തിരിച്ചറിയുക, അതിനെ വേരോടെ പിഴുതെറിയുക മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വഴിയുള്ളൂ. യെസ്, കഷ്ടമാണ് രാജ്യത്തെ ഈ സ്ഥിതി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ബംഗളൂരു കേസിൽ തന്നെ നോക്കൂ, കഴിഞ്ഞ 10, 17, 18 വർഷത്തോളമായി വിചാരണ തടവുകാരായി ജയിലിൽ കഴിയേണ്ടി വരിക. ഇനിയിപ്പോൾ വിധി വരുന്നു. ഈ 31 പ്രതികളിൽ പലരെയും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുകയാണെങ്കിൽ നോക്കൂ, അവർ ആ ജയിലിൽ കഴിഞ്ഞ ആ വർഷങ്ങളോളം അവർക്ക് നഷ്ടമായി, ജീവിതത്തിൽ ഒരു നല്ലൊരു ഭാഗം നഷ്ടമായി. ആര് കൊടുക്കും അതിനുള്ള നഷ്ടപരിഹാരം?